ഏവർക്കും സ്വാഗതം, വെൽക്കം, വണക്കം. മനുഷ്യന് ആത്മാവുണ്ടോ, അതോ അവൻ വെറുമൊരു ദേഹം മാത്രമാണ്? പണ്ടൊക്കെ ദേഹം, ദേഹി, ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ആരും ഞെട്ടി ചുളിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പരിഷ്കൃത ലോകത്തിൽ മനുഷ്യൻ വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. ആത്മാവുണ്ടോ ഇല്ലയോ, ആത്മാവ് ഒരു മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ള വിവാദങ്ങൾ ഈ കാലത്ത് കുറച്ചൊക്കെ ചിന്താശക്തിയുണ്ട്, വിദ്യാഭ്യാസ മേന്മയുണ്ട്, അറിവുണ്ട്, അനുഭവ സമ്പത്തുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ മധ്യത്തിൽ വളരെ തകൃതിയായി ഇത് സംബന്ധമായ പ്രതിപാദങ്ങൾ, സംഭാഷണങ്ങൾ, വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സംബന്ധമായ ഏറ്റവും ലളിതവും പ്രാവർത്തികവുമായ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുവാനിടയായിട്ടുള്ളത്. ഇതിനാസ്പദമാക്കി സുവിശേഷങ്ങളിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ ഞാനൊന്ന് പരാമർശിക്കുകയാണ്. അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലും ഇതിനെപ്പറ്റി ഒരുപോലെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇപ്രകാരമാണ്: ഒരുവൻ സർവ്വലോകവും നേടിയിട്ട് അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? What does it profit a man if he wins the whole world and loses his soul? എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൻ്റെ വേർഷൻ. ഒരുത്തൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനത് കൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ആത്മാവ് എന്നൊരു യാഥാർത്ഥ്യമാണ് എന്നത് ലോകത്തിലുള്ള എല്ലാ ആത്മീയ കാഴ്ചപ്പാടിൻ്റെയും പൊതുവായ ഘടകമാണ്, കോമൺ ഡിനോമിനേറ്റർ ആണ്. എന്നാൽ ഇപ്പോൾ കാഴ്ചപ്പാടിൽ, അഭിപ്രായങ്ങളിൽ, നിലപാടുകളിൽ കാര്യമായ വ്യത്യാസം വരുന്നു, അടിസ്ഥാനങ്ങൾ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഈ വിവാദം വളരെ പൂർവാധികമായി ശക്തി പ്രാപിച്ച് വരികയാണ്. ഇതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ നാം പരിഗണിച്ചാൽ അത് മനസ്സിലാകും. അതിനു മുമ്പ് എൻ്റെ ചിന്തയുടെ ദിശ എന്താണ് ഒന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നതിന് വേണ്ടി, എൻ്റെ അഭിപ്രായത്തിൽ വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യം ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. വാസ്തവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചോദ്യം അല്ലെങ്കിൽ വിഷയം, നിങ്ങളെയും എന്നെയും ഭരിക്കുന്ന ആത്മാവ് എന്താണ്? ഏത് ആത്മാവാണ് നമ്മെ ഭരിക്കുക? പക്ഷെ ആ ചോദ്യം മാത്രം ആരും ചോദിക്കുന്നില്ല, ആ ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആ ചോദ്യത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതാണ് ഏറ്റവും പ്രസക്തവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ചോദ്യം. എന്നെ അടക്കി ഭരിക്കുന്ന ആത്മാവ് എന്താണ്? നമുക്ക് വിഷയത്തിലേക്ക് ഇറങ്ങാം. ഈ നമ്മുടെ ഓർമ്മയിൽ വളരെ വ്യക്തമായി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ, പുതിയ പാർലമെന്റ് പണി കഴിച്ച് അത് ഉപയോഗിക്കുന്നതിന് മുൻപ് അതിൻ്റെ പ്രതിഷ്ഠ നടന്നു. അതിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി പ്രധാന പുരോഹിത കാർമ്മികത്വം വഹിച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് തമിഴ്നാട്ടിൽ നിന്ന് അനുഭവ സമ്പത്തുള്ള പുരോഹിതന്മാരെയും ഡൽഹിയിലോട്ട് കൊണ്ടുവന്നിരുന്നു എന്ന് നമുക്കറിയാം. സുപ്രധാനമായ ഒരു പാർലമെന്റ് ബിൽഡിംഗ് ഇപ്രകാരം ഉണ്ടാക്കിയിട്ട് അത് പ്രതിഷ്ഠ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അതിൽ ഒരു വലിയ സത്യം അടങ്ങിയിട്ടുണ്ട്. അതായത് ഭൗതികമായ വസ്തുക്കളെ കൊണ്ട് നാം എന്ത് നിർമ്മിച്ചാലും, അതെത്ര മനോഹരമായി സൃഷ്ടിച്ചാലും, എത്ര പണം ചെലവാക്കി ഏറ്റവും നല്ല സാങ്കല്പിക
സാങ്കേതിക വിദ്യ അനുസരിച്ച്, ആർക്കിടെക്ചറൽ, എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നാം അത് നിർമ്മിച്ചാലും ഭൗതികമായി മാത്രം നിർമ്മിക്കപ്പെടുന്നത് അപൂർണമായിരിക്കും. അത് പൂർണ്ണമാകണമെങ്കിൽ അതിൽ ഒരാത്മാവുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ആ വീടിനോട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് പ്രയാസം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മുൻപ് അവിടെ വസിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്വാധീനം അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് തന്നെയാണ്. ഇനി നിങ്ങളത് വിട്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്കും നിങ്ങളുടെ ആത്മാവിനോട് മല്ലിടേണ്ടി വരും. ഇതൊരു അടിസ്ഥാന പ്രമാണമാണ്. മനുഷ്യൻ എന്തിനെ കൈകാര്യം ചെയ്താലും ഒരു പരിധി വരെ അവൻ്റെ ആത്മാവിനെ അതിലേക്ക് പകരും. ഇത് സ്ഥാപനങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനൊരു സ്ഥാപനത്തിൻ്റെ ചുമതല വഹിച്ച വ്യക്തി എന്ന നിലയിൽ ഇതെനിക്ക് കൃത്യമായ ബോധ്യമുള്ളതാണ്. എനിക്ക് മുൻപ് 3 പ്രിൻസിപ്പൽസ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് സഹകരിച്ച് ജോലി ചെയ്ത വ്യക്തിയാണ്. ഈ 3 പേരും കോളേജിൻ്റെ ചുമതലയിലായിരിക്കുമ്പോൾ അവരുടേതായ ആത്മാവിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ആ കോളേജിൻ്റെ സ്വഭാവം പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ രൂപീകരിക്കപ്പെട്ടത്, മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പ്രിൻസിപ്പലായപ്പോൾ എന്നിൽ പരിവർത്തിക്കുന്ന ആത്മാവിനെയാണ് ഞാൻ അതിലേക്ക് പകർന്നത് എന്നത് സത്യമായി അംഗീകരിക്കാൻ, വെളിപ്പെടുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല. നാം ഒരു ഭവനം പണിയിക്കുന്നു, അതിൻ്റെ വാസ്തുവിലി കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കുന്നു. അത് പുരോഹിതന്മാർ വന്ന് ചെയ്യണമെന്നൊക്കെ നിർബന്ധമാണ്. പക്ഷേ ആ റിച്വൽ അല്ല, ആ ക്രമമല്ല ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെ വസിച്ചിട്ട് കല്ലും സിമെൻറ്റും മരവും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു ധാതു വസ്തുവിൽ നമ്മുടേതായ ആത്മാവിനെ എങ്ങനെ പകർന്ന് നിർജീവമായതിനെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നതിലാണ് ഒരു കെട്ടിടത്തെ ഭവനമാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ നാം എത്രമാത്രം വിജയിക്കുന്നു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്നത് നിശ്ചയിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ തത്വം വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് പോലും ഈ മർമ്മം ബാധകമാണ്, ഒരു കഴിവില്ല. ദൈവമാതാവിനെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് രൂപീകരിച്ച് അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്തെങ്കിൽ അതിൽ അത് ജീവനില്ലായിരുന്നു. അതിൽ ശ്വാസമൂതിയപ്പോൾ മാത്രമാണ് അത് ജീവിക്കുന്ന ദേഹമായി തീർന്നത്. അപ്പോൾ ധാതു കൊണ്ട് മാത്രം എന്ത് സൃഷ്ടിച്ചാലും അത് യഥാർത്ഥത്തിൽ ജീവനുള്ളതായി തീരണമെങ്കിൽ അതിൽ ആത്മാവിനെ പകരണം എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു തത്വം തന്നെയാണ്. ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത ആ സാഹചര്യത്തിന് ആത്മീയമായ മേന്മ അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ ഗുണം പ്രാപിക്കത്തക്കവണ്ണം അതിലേക്ക് പകരുവാൻ നിങ്ങൾക്കൊരു കടമയുണ്ട്. എപ്രകാരം ഉപ്പ് തന്നെ പ്രദാനം ചെയ്ത് ഭക്ഷണത്തിൽ അലിഞ്ഞ് അതിൻ്റെ നന്മ വെളിയിൽ കൊണ്ടുവരുവാൻ സഹായിക്കുന്നുവോ, അപ്രകാരം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉപ്പിനകത്ത് രസമുള്ളതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവുണ്ട്. നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രത്യേകത നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ ഏർപ്പെടുന്ന സംരംഭങ്ങൾ, അവസ്ഥകളിലേക്ക് പകർന്ന് അതിൻ്റെ നന്മയെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഒരു കടമയുണ്ട്. അതിനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ കൂട്ടാക്കണം എന്നാണ് ആ ഉപദേശത്തിൻ്റെ സാരാംശം. അത് തന്നെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന ഉപദേശത്തിൻ്റെ അർത്ഥവും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ബാഹ്യലോകത്തേക്ക് പ്രവഹിക്കേണ്ട നന്മയുടെ
ബാഹ്യലോകത്തിൽ മറഞ്ഞിരിക്കുന്ന നന്മകളെ വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു ഘടകം നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടികർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനെ മാനിച്ച് അതിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണത പ്രാപിച്ച് നിങ്ങളുടെ വ്യക്തിത്വം വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി രൂപാന്തരപ്പെടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഏത് സന്ദർഭത്തിലായിരുന്നാലും ഏത് സംരംഭത്തിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെയും നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിദാനങ്ങളായി തീരും എന്ന വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഒരു ഉപദേശമാണ് ഇവിടെ ഉള്ളത്. ഇനിയും നമുക്ക് മറ്റൊരു സാഹചര്യം പരിഗണിക്കാം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു ഒരു ശബത്ത് നാളിൽ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സംഭവം, ഞാൻ അതിനെപ്പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയിലെ ആശയമല്ല ഞാനിവിടെ അവതരിപ്പിക്കും. അവിടെ അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനവിടെ ആരാധിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷെ എന്തുകൊണ്ടാണ് ആ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനും വിശുദ്ധിയുടെ ഇരിപ്പിടമെന്ന് നാം സാധാരണ കരുതുന്ന ദേവാലയവും തമ്മിൽ ഇത്ര ചേർച്ച എന്താണ്? ചേർച്ചയില്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് വീർപ്പ് മുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുമായിരുന്നുവല്ലോ. ഇപ്പോൾ വിശുദ്ധനായ യേശു കടന്നു വന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യന് ശ്വാസം മുട്ടി അവൻ അലറി കരഞ്ഞ് അപേക്ഷിക്കുന്നു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളെ പീഡിപ്പിക്കരുത്. അത്രമാത്രം ശ്വാസം മുട്ടിയിട്ടല്ലേ. എന്നാൽ അങ്ങനെ ഒരു ശ്വാസം മുട്ടുള്ളതിന് മുമ്പ് അദ്ദേഹത്തിന് അവിടെ അനുഭവപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? ആ സഭയുടെ ആത്മാവ് അശുദ്ധാത്മാവായിരുന്നു എന്നത് തന്നെയാണ്. സഭയ്ക്കും ഒരാത്മാവുണ്ട്. നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്ക് ഒരാത്മാവുണ്ട്. ആ ആത്മാവ് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്കൊരു കടമയുണ്ട്. എന്ന് മാത്രവുമല്ല, ഏത് ആത്മാവിൻ്റെ കാർമ്മികത്വത്തിലാണ്, പ്രേരണയിലാണ്, അധികാരത്തിൻ്റെ കീഴിലാണ് നാം സഭയുമായി ബന്ധം പുലർത്തുന്നത്? ഇപ്പോൾ യേശു യഹൂദ മതത്തിൻ്റെ അന്നത്തെ സഭകളോട് ബന്ധം പുലർത്തിയ ആ ഒരു അവസ്ഥ നമുക്കറിയാം. ഏറെ നാൾ യേശുവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? സഭാപരമായ പ്രസ്ഥാനങ്ങളിൽ അന്ന് രാജ്യത്വം ചെയ്തിരുന്നത് അശുദ്ധാത്മാക്കളായിരുന്നു എന്നതുകൊണ്ടാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായിട്ട് മാത്രമാണ് കള്ളൻ വരുന്നതെന്ന് യേശു പറഞ്ഞു. അറുക്കുകയും മുടിക്കുകയും എന്ന് പറഞ്ഞാൽ കൊല ചെയ്യുക എന്നല്ലേ അർത്ഥം. നല്ലത് മാത്രം ചെയ്ത യേശുവിനെ ജനങ്ങൾക്ക് അനുഗ്രഹമായി ഊണും ഉറക്കവുമില്ലാതെ അധ്വാനിച്ച യേശുവിനെ കൊന്നൊടുക്കണം എന്ന അന്നത്തെ പുരോഹിത മേൽക്കോയ്മ തീരുമാനിക്കാൻ കാര്യം എന്താണ്? അവരെ ബാധിച്ച ഒരാത്മാവുണ്ടായിരുന്നു, അത് അശുദ്ധാത്മാവായിരുന്നു. നമ്മുടെയൊക്കെ വിചാരം സഭയെന്ന് പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ്. അതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. അത് തിരിച്ചറിയാൻ ഒരു പ്രയാസമില്ല. നമ്മുടെ കണ്ണൊന്ന് തുറന്നു വെച്ചാൽ മതി, കാതൊന്ന് തുറന്നു വെച്ചാൽ മതി. ഓർത്തഡോക്സ് യാക്കോബ സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം നമ്മെ എപ്പോഴും വിളിച്ചറിയിക്കുന്നത് അശുദ്ധാത്മാവിൻ്റെ കേളിരംഗമാണ് എന്നത് മാത്രമാണ്. ഇത് 1-2 സഭകൾ മാത്രമല്ല, എല്ലാ സഭകളും ഇതേ അവസ്ഥ. ഇപ്പം CSI സൗത്ത് കേരള ഡയസിസിലെ പരിധിയിലാണ് ഞാൻ വസിക്കുന്നത്. ഇവിടെ ധർമ്മരാജ സ്ഥലം എന്ന് പറഞ്ഞൊരു തിരുമേന ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 4 എലത്ത് വന്നാൽ നമുക്കറിയാം ഇത് അശുദ്ധാത്മാവിൻ്റെ രാജാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സന്തോഷത്തോടെ അല്ല ഞാൻ പറയുന്നത്, സത്യമായി നാം അംഗീകരിക്കണം. അനേക മെത്രാന്മാരോട് അടുത്ത് ഇടപെടുവാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ മാനുഷികമായ അവരോടുള്ള സ്നേഹം ഞാൻ വെച്ചു പുലർത്തുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വീർപ്പ് മുട്ടൽ അനുഭവവേദ്യമായിരുന്നു. ഇവരുടെ ഉള്ളിലുള്ള ആത്മാക്കൾ എന്താണ് എന്നതിനെപ്പറ്റി ഞാൻ വളരെ വളരെ വ്യസനത്തോടെ ചിന്താഭാരത്തോടെ അധിക നാൾ അന്വേഷിച്ചിട്ടുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള വചന സത്യങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ ഇടയാകുന്നത്. എന്ന് മാത്രവുമല്ല, എൻ്റെ പല അനുഭവങ്ങളിലും അശുദ്ധാത്മാവ് എന്നെ
കീഴടക്കിയ അനുഭവങ്ങളുണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ ആ അവസ്ഥകൾ ഞാൻ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഫലം എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അപമാനവും നഷ്ടവും കഷ്ടവും വരികയും ഒരു വിധത്തിലുള്ള നന്മ ആർക്കും പ്രാപിക്കാതിരിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴാണോ നമ്മളിൽ നിന്നുണ്ടാകുന്നത്, ആ സമയത്തൊക്കെയും നമ്മെ അടക്കി ഭരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പിന്നെയോ അശുദ്ധാത്മാവാണ്. ഒരു കാലത്ത് പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാണ് എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അത് അസത്യത്തിന്റെ കൂടാണ്. ഏത് സമയത്തും അശുദ്ധാത്മാവ് നമ്മൾ പ്രവേശിക്കുകയും അശുദ്ധിയുടെ പണി ഭൂതഗ്രസ്തരെ പോലെ പ്രവർത്തിപ്പാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നത് പരിഗണിച്ചുകൊണ്ടാണ് യേശുവിനെ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ബി വിജിലന്റ്, എപ്പോഴും ശ്രദ്ധിച്ചിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. രാത്രിയിൽ കള്ളനെ പോലെ വന്ന് നിങ്ങളെ കീഴടക്കി തൻ്റെ അശുദ്ധിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, നിങ്ങളെ അടിമകളാക്കുവാൻ പര്യാപ്തമായൊരു ശക്തിയുണ്ട്. അതാണ് നാം അശുദ്ധാത്മാവെന്ന് പറയുന്നത്. പിശാച്, സാത്താൻ എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അതൊരു മർമ്മമാണ്, ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ഏത് സമയത്തും അത് നമ്മളെ പ്രവേശിപ്പാനും കീഴടക്കുവാനും ഇടയുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. നമ്മെ ഏത് ആത്മാവാണ് അടക്കി ഭരിക്കുന്നത്, ഇതാണ് പ്രശ്നം. രണ്ട് സാധ്യതയേ ഉള്ളൂ, ഒന്നിൽ വിശുദ്ധാത്മാവ് അല്ലെങ്കിൽ അശുദ്ധാത്മാവ്. നമ്മെ അടക്കി ഭരിക്കുന്നത് അശുദ്ധാത്മാവാണോ വിശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. എന്താണ് യേശു പറഞ്ഞു? നിങ്ങളൊരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലങ്ങളെ പരിഗണിച്ചാണ്. നല്ല വൃക്ഷമാണോ നല്ല ഫലം കായ്ക്കും, അല്ലാത്ത വൃക്ഷമാണോ തിന്മയുടെ ഫലം കായ്ക്കും, പാഴ്ക്കനി അത് പുറപ്പെടുവിക്കും. എന്ന് മാത്രവുമല്ല, ഒരു ഫലവും പുറപ്പെടുവിക്കാതെ അങ്ങനെ നെടുന്തൂണ് പോലെ നിൽക്കുന്ന വൃക്ഷങ്ങളാണെങ്കിൽ അതിലും വിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല, അത് അശുദ്ധാത്മാവ് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്ന ഒരവസ്ഥയാണ് എന്നാണ് യേശുവിൻ്റെ പഠിപ്പീരുടെ ആകത്തുകയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. യേശു അത്തിവൃക്ഷത്തിനടുത്ത് എന്ന് അതിനെന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നന്നേ വിശന്നിട്ട് അതിൽ ഫലം ഇല്ലായിരുന്നു, അതിനെ ശപിച്ചു, അത് കരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ നന്മയൊന്നും പുറപ്പെടുവിക്കാതെ എന്നാൽ പ്രത്യക്ഷമായ വല്ല തിന്മയൊന്നും ചെയ്യാതെ മാന്യത നടിച്ച് നടക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അപകടം തിരിച്ചറിയണം എന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ തിന്മയൊന്നും ചെയ്യുന്നില്ല എന്നുകൊണ്ടാകുന്നില്ല, എന്നെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന നന്മ ചെയ്യുന്നതിൽ ഞാൻ ഉത്സുകനാണോ വ്യാപൃതനാണോ എന്നതാണ് പ്രശ്നം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ ലാസറിന്റെയും ധനവാന്റെയും കഥയിൽ അതിൽ ധനവാനായ മനുഷ്യൻ ലാസറിനോട് ഒരു അപരാധവും ചെയ്യുന്നില്ല. നമ്മളാണെങ്കിൽ നമ്മുടെ ഗേറ്റിന്റെ വെളിയിൽ ഒരുത്തൻ കിടന്ന് ജീർണിക്കുന്ന ശരീരവും നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ കഴിയുമ്പോൾ നാം ഒരിക്കലും അവനെ അവിടെ തുടരുവാൻ സമ്മതിക്കുകയില്ല. നമ്മൾ പോലീസിൽ വിളിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ജീർണിക്കുന്ന ശരീരം ഇവിടെ നിന്ന് മാറ്റിക്കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ മനുഷ്യനത് ചെയ്തില്ല. അവൻ നരകത്തിൽ പോയി എന്നവിടെ പറയുന്നത് അവൻ തിന്മ ചെയ്തിട്ടല്ല, ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നത് കൊണ്ടാണ്. ഇതുദ്ദേശിച്ചാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലൗദോക്യ സഭയോടുള്ള ആ പ്രസ്താവനയിൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്, നിന്നെക്കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല, നിന്നെക്കൊണ്ട് ആർക്കും വലിയ ശല്യവുമില്ല, നീ ഉള്ളതുമില്ലാത്ത ഒരുപോലെയാണ്, നീ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ഇത് യാതൊരു വ്യത്യാസവും ആരുടെ ജീവിതത്തിലില്ല എന്ന ഒരവസ്ഥ. യോഹന്നാൻ സ്നാപകൻ വളരെ മൂർച്ചയായ ഭാഷയിൽ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞോടി പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ മാനസാന്തരത്തിന് വേണ്ടി വന്നവരാണ്ടാവും. നിങ്ങൾ മാനസാന്തരപ്പെട്ടുവെങ്കിൽ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ പറയുന്നു. അതേ ആശയം തന്നെ യേശു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്.
നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധികം ഫലം കായി. അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് നമ്മെ ഭരിക്കുന്നുവെങ്കിൽ വിശുദ്ധിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കും. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പരിവർത്തിക്കുകയും ചെയ്യും. അല്ലാഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അശുദ്ധാത്മാവിൻ്റെ അടിമത്വത്തിലാണ് എന്നത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ചർച്ച ചെയ്യേണ്ട പ്രശ്നം ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പിന്നെയോ, എന്നെ അടക്കി ഭരിക്കുന്ന ആത്മാവ് വിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? പ്രത്യേകിച്ച് മറുഭാഷ പറയുന്ന പാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങളെ ജൽപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഒരു മനുഷ്യനോ മൃഗങ്ങളോ നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾ അവർക്ക് ഭാരമായി ഇത്തിലുകളെ പോലെ, പാരസൈറ്റിനെ പോലെ കഴിയുകയാണ്. ഈ പരിപാടിയൊക്കെ മാറ്റിയിട്ട് ആർക്കെങ്കിലും ഗുണം വരുന്ന എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു നല്ല വാക്ക് പറയാൻ, വേണ്ട ഒരു തമാശ പറഞ്ഞ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു നന്മ. ഈ മൃഗങ്ങളെ പോലെ അമർന്ന പരിപാടി നിർത്തണം. ഇതാർക്കും ഒരു പ്രയോജനവുമില്ല. ഇത് അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നതിനെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമില്ല. ലോകത്തിൽ മനുഷ്യനോ മൃഗങ്ങൾക്കോ വൃക്ഷങ്ങൾക്കോ പ്രയോജനമില്ലാതെ ശബ്ദം മാത്രം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല, അത് അശുദ്ധാത്മാവാണ്. അത് മലിനീകരണമാണ്. ഇപ്പോൾ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഒക്കെ പറയുന്നില്ലേ, അത് ആ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ഒരു അപരാധമാണിത്. അപ്പോൾ ദയവായി മനസ്സിലാക്കുക, ഈ മറുഭാഷ പറഞ്ഞ് മനുഷ്യരെ കളിപ്പിച്ച് നടക്കുന്ന ആളുകൾ ഏത് ആത്മാവിൻ്റെ പ്രേരണയിലാണ്, ഏത് ആത്മാവിൻ്റെ അവസ്ഥയിലാണ് ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയമായ വിവേചന ബുദ്ധി കേരളത്തിലെയെങ്കിലും പ്രബുദ്ധരായ ക്രിസ്ത്യാനികൾക്കുണ്ടാകണമേ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോകുകയാണ്. ഏതായാലും സമയം വൈകിപ്പോകുന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ആത്മാവുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, യാതൊരു സംശയമില്ല. നാം പണി കഴിക്കുന്ന കെട്ടിടങ്ങൾക്ക് ആത്മാവ് ഉണ്ടാകണമെന്ന് നാം താല്പര്യപ്പെടുന്നതുകൊണ്ട് അത് നമ്മൾ വാസ്തൂലി കഴിക്കുന്നു, അതിൻ്റെ ശുശ്രൂഷകൾ നടത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിനെ അതിൽ പകർന്ന് അതും ഒരു ജീവന്റെ അവസ്ഥയിലേക്ക് വരത്തക്കവണ്ണമുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ഭവനത്തോട് നാം നിർവഹിക്കേണ്ടത്. അത് യേശു സൂചിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം പ്രകാശിച്ചു തുടങ്ങിയാൽ അതുമൂലം നിന്റെ ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചം ലഭിക്കും. നിന്റെ ആത്മാവിനെ നിന്റെ ഭവനത്തിലേക്ക് പകരണം. എനിക്ക് ആത്മാവില്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചുമതലകളിൽ നിന്ന് ഒരു ഒഴികഴിവ് എനിക്ക് വേണേ, എന്നെ അതിന് ഒഴിവാക്കണേ എന്ന് വേണ്ടി മാത്രമാണ്. ഇത് ഏറ്റവും ശക്തിയേറിയ ഒരു മർമ്മമാണ്. എല്ലാ വ്യക്തികൾക്കും മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാറ്റിനും ഉണ്ടാകണം. ആ യാഥാർത്ഥ്യത്തെ ബഹുമാനിച്ച് അതിനോടുള്ള ആദരവിനോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ ഇടയാകണം. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുമതല ബോധത്തെ നമുക്ക് മാനിക്കണം. അല്ലാഞ്ഞാൽ നമുക്ക് പ്രാപിക്കാവുന്ന മേൽത്തരമായ അവസ്ഥകളും മനോഹരമായ നന്മകളും നഷ്ടപ്പെടുത്തുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ദുരവസ്ഥ ആർക്കും വരരുതേ എന്ന താല്പര്യത്തിൽ മാത്രമാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. ഇതിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദി, നമസ്കാരം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളു.